അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോന്റെ അടിയിൽ ഒന്ന് രണ്ട് മൂന്ന് കമന്റ്സ് പറഞ്ഞാല് ഇനി വരാൻ ചാൻസ് ഉള്ള എയർ ഡ്രോപ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. പിന്നെ ഡോഗ്സ് എയർ ഡ്രോപ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്നാണ്. അപ്പൊ ഈ ഡോഗ്സ് പറഞ്ഞൊരു എയർ ഡ്രോപ്പ് വന്നിട്ടല്ലേ ഈ അടുത്ത്. ഡോഗ്സ് ഇപ്പൊ പെട്ടെന്ന് സ്പോൺ ആയ ഒരു എയർ ഡ്രോപ്പ് ആണ്. അത് ഈ 2-3 ആഴ്ച കൊണ്ട് പെട്ടെന്ന് സ്പോണായി. പെട്ടെന്ന് തന്നെ ടിജി എല്ലാം പ്രഖ്യാപിച്ചൊരു ഇതാണ് അതെ, ടോക്കണാണത്. എനിക്ക് ഒരു 5 ദിവസം ആയതേ ഉള്ളൂ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആ. കാര്യങ്ങളെല്ലാം. 5 ഒരു 10 ദിവസം ആയെന്ന് പലരും തോന്നുന്നു. 2-3 ദിവസം മുന്നേ കളിക്കാൻ തുടങ്ങുന്നത് അതെ, സത്യം എനിക്ക് പറഞ്ഞാൽ. ലിങ്ക് കിട്ടി. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഒന്ന് റിസർച്ച് ചെയ്ത് എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് വേണ്ട അതിന്റെ ലിസ്റ്റിംഗ് ഡേറ്റ് വന്നു. ആ. ഇതിപ്പോ ലിസ്റ്റിംഗ് ഡേറ്റ് 20-ാം തീയതി, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിപ്പോ മാറ്റിയെന്ന് തോന്നുന്നു. ഇപ്പൊ 20 എന്നുള്ളത് 23 ആക്കി. അതെ. ഒരു ആ, മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞ്. പക്ഷെ അതെ. ഞങ്ങൾ ആലോചിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ ഒരു എയർ ഡ്രോപ്പ് ഉണ്ട്. അത് ആക്ച്വലി ഏകദേശം 6 മാസം തുടങ്ങിയിട്ട് അത് ഇതുവരെ ലിസ്റ്റിംഗ് വരെയൊക്കെ വന്നില്ല. അത് ജൂലൈയിൽ ഇന്ന് ലിസ്റ്റ് വരും ആവും, നാളെ വരും എന്നും പറഞ്ഞ് ആഗസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് നീട്ടി ആവും നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. പോകുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണ് ഇത് അതെ, ഡോഗ്സ്. ഇത് വന്നു. അതിന്റെ ടോക്കന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ് പറഞ്ഞു, ടോക്കന്റെ ടിജിയുടെ കാര്യങ്ങൾ പറയുന്നു, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഇനി ഇത് വാലറ്റ് കണക്ട് ചെയ്ത് ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാറായി. ഇപ്പൊ കുറച്ചു മുമ്പത്തെ ന്യൂസ് അനുസരിച്ച് ഇപ്പൊ ബിനാൻസും ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ഡോഗ്സ് മെയിനായിട്ട് ഇവര് ഫസ്റ്റ് ടോക്കൺ കൊടുത്തിന് നമ്മളെ ടെലിഗ്രാം OG സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ എത്ര കാലം മുന്നേ ടെലിഗ്രാം അക്കൗണ്ട് എടുത്ത ആൾക്കാരാണ്. ടെലിഗ്രാമിന്റെ OGs ആണോ നോക്കിയിട്ടൊക്കെ അവർ കൊടുത്തിന്. പിന്നെ അവർ എക്സ്ട്രാ കുറച്ച് ടാസ്ക് ഒക്കെ കൊണ്ടുവന്നില്ലേ. അതെ, ഡെയിലി ചെക്കിൻ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ 5 പേരെ ഇൻവൈറ്റ് ചെയ്ത് 20,000 ടോക്കൺ കൊടുക്കുന്ന അതെ. അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഡോഗ് കളക്ട് ചെയ്യാൻ ഈ വേണ്ടി. ഡെയിലി ക്ലൈമിങ്ങിന്റെ സംഭവം ഞാൻ അറിഞ്ഞത് തന്നെ ലേറ്റ് ആയിട്ടാ. അപ്പോൾ ആ ടൈമിൽ നമ്മള് കാശ്മീർ ഒരു ട്രിപ്പിലാണ്. അപ്പൊ ഞാൻ നോക്കുന്ന ട്രെയിനിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓൻ ഇങ്ങനെ ഡെയിലി ചെക്കിന്. ഞാൻ വിചാരിച്ചു അതിൽ കഴിഞ്ഞെന്ന്. പിന്നെ സാധനം ഡെയിലി ചെക്കിന് ടാസ്ക് ഒക്കെ വന്ന്. അത് മിസ് ഔട്ട് ആവുകയാണ് ശരിക്കും. 2-3 മിസ് ഔട്ട് ആയി. പിന്നെ ഒരു അവസാനം ചെയ്തത് അതൊക്കെ. അതെ, എനിക്ക് തന്നെ മിസ് ഔട്ട് ആയി. കാരണം എനിക്കിപ്പോ ഡെയിലി ചെക്കിന് കൂടെ ഒരു 15K എങ്ങാണ്ട് അടുത്തേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഡെയിലി ചെക്കിൻ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു 30K അടുത്ത് തന്നെ 30K കിട്ടുമായിരുന്നു. കിട്ടിയാനെ. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ മിസ്സായി പോയിട്ടുണ്ട്. ചെറിയൊരു സങ്കടമുണ്ട്. ഇപ്പൊ ആണെങ്കിൽ അതിന്റെ ക്ലെയിമും വന്നിട്ട് ഡോഗ്സ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനും വന്ന്. അതെ, ഇപ്പൊ ക്ലെയിം ചെയ്യാൻ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉള്ളത്? ബിനാൻസ്, ബൈബിറ്റ്, പിന്നെ ഏതായിരുന്നു, ഒരു ബിറ്റ് കൂട്ടി ഒരെണ്ണമുണ്ടല്ലോ. വിഡ്ഗെറ്റ്. ബിറ്റ്ഗെറ്റ്, പിന്നെ ഓക്കെ ടെലഗ്രാം എക്സ് ഓക്കെ വാലറ്റ്, എക്സ് ഓക്കെ എക്സ് ഗേറ്റ്. പക്ഷെ ഓക്കെ ഇതിലില്ലല്ലോ, എക്സ്. ഓക്കെ എക്സ് ഇന്ത്യയിലില്ലല്ലോ. പിന്നെ ഇന്ത്യയിൽ ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അത് വിടാം. പക്ഷെ ബാക്കി അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വാലറ്റ് കിട്ടുന്നത് അത് നേരത്തെ മറ്റേ നോട്ട് കോയിൻ വന്ന പോലെ തന്നെ വാലറ്റിൽ എടുക്കുന്നു. ടെലിഗ്രാം വാലറ്റിലല്ലേ. ടെലഗ്രാം വാലറ്റ് എടുക്കുന്നു. നോൺ കസ്റ്റോഡിയൽ വാലറ്റുകളിലേക്ക് പിന്നെയാണല്ലേ അതെ, ഇനി കൊടുക്കണവര്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടും. പിന്നെ ഈ ക്ലെയിം ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു സീൻ വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. കുറെ ആൾക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചിട്ട് ഇങ്ങനെ ചോദിച്ചത് സ്കാം ആണോ കിട്ടുമോ ഒക്കെ. സംഭവം എന്താ വെച്ചാൽ ക്ലെയിം 2 വട്ടമൊക്കെ ക്ലെയിം വന്നു. 2 വട്ടം വാലറ്റ് കണ്ടിന്റെ ഓപ്ഷൻ ഒക്കെ വന്ന്. അതൊന്ന് ലോക്ക് ആവുന്നില്ല അങ്ങോട്ടേക്ക്. അതെ, അത് ട്രാൻസാക്ഷൻ ഫുൾ ആയിട്ട് അവിടെ പോണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിച്ചു. സംഭവം ചെറിയ എന്തോ ബഗ്ഗാണ് ഒരു ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഉം. അപ്പൊ ഇപ്പൊ കണക്ട് എല്ലാം ചെയ്തു. ഇനി നമ്മൾ എന്താ, ഇനി ഇത് ടോക്കന്റെ TG വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതെ, 20-ാം തീയതി ആയിരുന്നു ടിജി പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു 23-ലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ബ്ലോക്ക് ചെയിന്റെ സീൻ കൊണ്ടായിരിക്കും. അല്ല, കൺജസ്റ്റഡ്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് പുതിയ എക്സ്ചേഞ്ചുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഓ പിന്നെ അതെ. മെയിൻ ആയിട്ട് അവര് ബിനാൻസ് ആഡ് ചെയ്തില്ലല്ലോ. ഫിനാൻസ് ഇപ്പൊ ആഡ് അതെ, ചെയ്ത് ബിനാൻസ് ശരിയാ. ഇപ്പൊ ആഡ് ചെയ്തില്ല. അതിന്റെ കുറെ പേപ്പർ വർക്ക് മറ്റേ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുമല്ലോ. ഒരു അതുകൊണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷന്റെ സമയം കാര്യങ്ങളൊക്കെ വേണ്ടേ. അങ്ങനെ എല്ലാം എടുത്തു പഠിച്ചെന്നും പറഞ്ഞ ഒരു സാധനം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഡോഗ്സ് വന്നിട്ട് തന്നെ എത്ര നാളായി? ഇത്ര ഇടയ്ക്ക് ഇത്ര അവർ ഉണ്ടാക്കിയെടുത്തില്ലേ. അതെ, ഒരു പെട്ടെന്ന് തന്നെ അതൊരു വളരെ അച്ചീവ്മെന്റ് പെട്ടെന്ന് ആണ്. ആക്ച്വലി എത്ര ഭയങ്കര വലിയ പെട്ടെന്നാണ്. അച്ചീവ്മെന്റ് ആണ്. അതെ, മുന്നേ ഉള്ള പല എയർ ഡ്രോപ്സ് ഇതുവരെ ഒന്നും റോഡ് മാപ്പ് പോലും പുറത്തൊന്നും വിട്ടിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു സ്കാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഏതോ ഒരു എക്സ്ചേഞ്ച്. എൽ ബാങ്ക്. എൽ ബാങ്ക്. എൽ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ചിൽ ഇത് ഡോഗ്സ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ ലിസ്റ്റിംഗ് നടന്നു. വേറൊരു സ്കാം ടോക്കൺ അതെ, അല്ലേ. വേറൊരു സ്കാം ടോക്കൺ. എൽ ബാങ്കിനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഒരു എക്സ്ചേഞ്ച് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത്രയും അതിന്റെ പുറകെ പോയിട്ടില്ല. ഒരു ചെറിയ എക്സ്ചേഞ്ചാ. അപ്പൊ നമ്മൾ മാക്സിമം ട്രസ്റ്റഡ് എക്സ്ചേഞ്ചിൽ ഇതാക്കുക. ഈ ബിറ്റ്ഗെറ്റ്, നമ്മളെ ബൈനാൻസ്, ബൈബിറ്റ് തുടങ്ങിയ എക്സ്ചേഞ്ചിൽ മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ എൽ ബാങ്ക് അങ്ങനെ കുറെ അതെ. തട്ടിപ്പ് എക്സ്ചേഞ്ച് ഉണ്ട്. അതിലൊക്കെ സ്കാം ടോക്കൺ ആർക്കും വേണേൽ ലിസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇപ്പൊ സ്കീം. അതിനകത്ത് ഇപ്പൊ നോക്കുമ്പോ എന്താ 0.14നും 4നും ഒക്കെയാണ് ഈ ഡോഗ്സ് വിറ്റ് പോകുന്നത്. അപ്പൊ ഇത് മേടിക്കുന്നവരെ ഒരു കാര്യം ആലോചിക്കണേ. അവര് മേടിക്കുന്നത് ശരിക്കുള്ള ഡോഗ്സ് അല്ല. അതെ, ഡോഗ്സ് എന്ന് പറഞ്ഞ ടോക്കൺ ഇതുവരെ ആയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. അത് ഒരു പോസ്റ്റ് ഇട്ട് ട്വിറ്ററിൽ അതെ, ട്വീറ്റ് ഒക്കെ ചെയ്തിരുന്നു. അവരതിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ നോക്കിയപ്പോ ഒരു പോസ്റ്റ് കണ്ടു. അവര് ഇത് പറഞ്ഞേക്കുന്നത് ഡോഗ്സ് തന്നെ പറഞ്ഞു എൽ ബാങ്കിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സ്കാമാന്നും പറഞ്ഞൊരു ഒരു ഇത് ഒരു പോസ്റ്റ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ ഈ പ്രൈസിലും കൂടുതലാണോ ശരിക്കും നമ്മളെ എക്സ്പെക്ടഡ് പ്രൈസ് വരുന്നത്? ഇല്ല, എൽ ബാങ്കിൽ ഇപ്പൊ ഒരു സ്കാമല്ല നടക്കുന്നത്. അതെ. അതുകൊണ്ട് ഇത്ര ഹൈ പ്രൈസിൽ പോകുന്നേ ഉള്ളൂ. അത് ഇവര് ശരി. മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും അതെ, അല്ലേ? ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്ന. അത് മേടിക്കാനും കുറെ പേര് കാണും. എന്തായാലും മേടിച്ചു കാണും കുറെ പേര്. അതെ. അതെന്തായാലും സ്കാം നടന്നു. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഡോഗ്സിന് അത്യാവശ്യം ബയേഴ്സ് ഉണ്ട് തോന്നുന്നില്ലേ? അതെ, പ്രീ നല്ല മാർക്കറ്റ് ഒക്കെ നല്ല നല്ല. നല്ല രീതിയിൽ ബയേഴ്സ് ഉണ്ട്. പ്രീ മാർക്കറ്റിൽ തന്നെ ഇപ്പം ഒരു ഡേ മില്യൺസിന്റെ ആണ് അവിടെ വോളിയം നടക്കുന്നത്. ഈ അപ്പൊ പ്രീ മാർക്കറ്റ് പറഞ്ഞാൽ ശരിക്കും എന്താ പരിപാടി? ഈ പ്രീ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇപ്പൊ ഡോഗ്സിന്റെ എക്സാമ്പിൾ എടുക്കാം. അതെ. നമുക്കിപ്പം ഡോഗ്സ് നമ്മുടെ കയ്യിലില്ല. നമുക്കിനി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതെ. എത്ര കിട്ടും നമുക്ക് അറിയുകയും ചെയ്യാം. നമുക്കൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വിൽക്കാൻ നിൽക്കുന്നത്. അപ്പൊ നമുക്കിതിനി ലിസ്റ്റ് ആവുന്നതിന് മുമ്പ് നമുക്കിത് വിൽക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് പ്രീ മാർക്കറ്റ്. ഓക്കെ. അപ്പൊ അത് എന്ത് ഗ്യാരണ്ടിന്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ വിൽക്കാൻ പറ്റുന്നത് ശരിക്കും? അപ്പൊ പ്രീ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പറയണ്ടേ, ഒരു നമ്മൾ വേറൊരു പാർട്ടിയുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുന്ന, നമ്മളും അവരും ഒരു കൊളാട്രൽ, ഒരു ഫിക്സ്ഡ് എമൗണ്ട്
നമ്മൾ നേരത്തെ പറഞ്ഞ് ഉറപ്പിക്കുന്നു. ഇത്ര എമൗണ്ടിന് ഞാൻ ട്രാൻസാക്ഷൻ ചെയ്യാം. ആ. ഇത്രയും ഡോഗ്സ് ഞാൻ തരാം. അയാൾ ഇത്ര USDT എനിക്ക് തരും ഓക്കെ എന്നുള്ള ഓക്കെ. ആ. രീതിയിൽ. അപ്പൊ നമ്മൾ ഇത്രയും ഡോഗ്സ് കൊടുക്കും എന്നുള്ള രീതിയിൽ അതിന് വേണ്ടി ഇപ്പൊ ഒരു എമൗണ്ടിലാണല്ലോ നമ്മൾ ഫിക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ചെയ്തിട്ട്. ആ. അത്ര എമൗണ്ട് തന്നെ നമ്മൾ USDT നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കും. ഒരു എക്സ്ചേഞ്ചിൽ ഫിക്സ് സെക്യൂരിറ്റി ചെയ്യും. ആയിട്ട്. ഓക്കെ. ഒരു മനസ്സിലായോ? ഇനി കോഷൻ നമുക്ക് ഡെപ്പോസിറ്റ് എല്ലാം പോലെ ഇനി സെറ്റപ്പ് അല്ലേ? നമുക്ക് ഡോഗ്സ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ? ആ പൈസ പോവും. ആ പൈസ പോകും. കാരണം ആ പൈസ അയാൾക്ക് അപ്പുറത്ത് കൊടുക്കും. അപ്പുറത്തേക്കുന്ന ആളുടെ കാര്യം കൂടെ ആലോചിക്കണം. ഓക്കെ അയാൾ ഇത് ഓക്കെ. മേടിച്ചതല്ലേ. ഓ ഓ. അയാൾക്ക് ഇനി ടോക്കൺ കിട്ടാതെ പോയി കഴിഞ്ഞാൽ അയാൾ ഇത്ര നാൾ വെച്ചിരുന്ന ഫണ്ട് അവിടെ വെറുതെ കിടക്കുമല്ലേ. വെറുതെ എടുക്കും. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടണ്ടേ. അതെ അതെ അതെ. അപ്പൊ ആ. നമ്മൾ അതിന് വേണ്ടി സെക്യൂരിറ്റി വെക്കണം. നമ്മൾ കൊടുക്കും എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി. ഉറപ്പില്. ആ ആ. ഉം. അങ്ങനെ ഒരു ഇതുണ്ട് അല്ലേ? അതെ. പിന്നെ ഈ പ്രീ മാർക്കറ്റ് ചെയ്യുമ്പോ ഈ ബൈ സെല്ലൊക്കെ മാറിപ്പോയിട്ടൊക്കെ നമ്മളൊരു ഫ്രണ്ടിന് 2 ദിവസം മുന്നേ പറഞ്ഞില്ലേ? അത് എന്താന്ന് ഒരു വെച്ച് സീൻ കഴിഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു $50 ഡോഗ്സ് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ $50 ഡോഗ്സ് വിൽക്കാൻ വേണ്ടി അവൻ ആ എക്സ്ചേഞ്ചിലേക്ക് ഇപ്പൊ നമ്മുടെ വിക്കറ്റില്. ബിറ്റ്ഗേറ്റ് എപ്പോഴും വിക്കറ്റില്. മറന്നു പോകും. ആ അതെ. ബിറ്റ്ഗേറ്റിലേക്ക് അവൻ $50 ഇട്ടു. എന്നിട്ട് അത് ഡോഗ്സ് സെല് ചെയ്യാൻ വേണ്ടി $50 സെല് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ സെല്ലിന് പകരം അവൻ ബയ്യാ ചെയ്തു. $50 ഡോഗ്സ് ബൈ ചെയ്ത്. ഡോഗ്സ് ബൈ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരോ അവന് വിറ്റു. ഇനി TG ആയി കഴിയുമ്പോൾ അവന് $50 ഡോഗ്സ് കിട്ടും. ഓ. ഇത് ഒന്ന് സൂക്ഷിക്കണം എല്ലാരും. അതെ. മാറിപ്പോയാൽ കുടുങ്ങി. ശരി. 70K ഡോഗ്സ് ഉണ്ടായിരുന്നവൻ ഇപ്പൊ 100K ഡോഗ്സും കൈ പിടിച്ചോണ്ടിരിക്കുക. പക്ഷെ അഥവാ ഡോഗ്സിന് പ്രൈസ് കൂടിയാ പ്രീ മാർക്കറ്റ് കൂടി അവൻ രക്ഷപ്പെട്ടു. അതെ. കൂടിക്കഴിഞ്ഞാൽ അവന് ലാഭം. ഇത് പക്ഷെ അധികം ലിസ്റ്റിംഗ് ടൈമിൽ ഒരു ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടാവും. പിന്നെ ആയിരിക്കും റിക്കവർ ആവും അല്ലേ? കാരണം ഇപ്പം പ്രീ മാർക്കറ്റ് വിൽക്കണമെങ്കിലത്തെ ആദ്യത്തെ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് വേണം. ആ. പ്രീ മാർക്കറ്റിൽ ആദ്യം ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രീ മാർക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓ. അപ്പൊ ഈ ഫണ്ട് ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? ലിസ്റ്റിംഗ് സമയത്തല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരൊറ്റ ഡംബ് കൊണ്ട് അവർക്ക് താഴേക്ക് എല്ലാവരും ലിസ്റ്റ് ചെയ്യുമ്പോൾ അവരങ്ങ് വിൽക്കും. അപ്പൊ ഒരു ഡംബ് എന്തായാലും കാണും. പിന്നെ മാർക്കറ്റ് റിക്കവർ ആവുന്നത് മാർക്കറ്റിന്റെ പവർ അതിനനുസരിച്ച്. ബയേഴ്സ് ഉണ്ട്. ചിലപ്പോ റിക്കവർ ആയി കുറച്ച് ബയേഴ്സ് ഉണ്ട് അത്യാവശ്യം ഡോഗ്സിന്. ഡോഗ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ ബയോസ് ഉണ്ട്. അപ്പൊ എത്ര നമ്മൾ ഈ ലിസ്റ്റിംഗ് ടൈമിൽ എത്ര എക്സ്പെക്ട് ചെയ്യാം നമുക്കൊരു പ്രൈസ്? ഇപ്പൊ പ്രീ മാർക്കറ്റ് വിറ്റ് പോകുന്നത് 0.0014 ആണല്ലോ. അതെ. ആ. അപ്പൊ ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോ എങ്ങനെയാണെങ്കിലും ഒരു പകുതി വെച്ച് നമുക്ക് കൂട്ടാം. അതിൽ കുറവ് അല്ലേ? അതിന്റെ കുറവേ വരുള്ളൂ. ഒരു ഏകദേശം എസ്റ്റിമേറ്റ് വെച്ച് പകുതി കൂട്ടിയാൽ മതി. പ്രതീക്ഷിക്കല്ലേ? അപ്പൊ 0.0007 ഒരു 307. ആ ഓക്കെ. അതാണ് ഏകദേശം എന്റെ ഒരു എസ്റ്റിമേറ്റ്. അതിന് മേളിലേക്കും പോവാം. അപ്പോ ഇനി എന്താ ചെയ്യണേ ശരിക്കും? സെല് ചെയ്യാണോ മൊത്തം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ ഒരു 50K ഞാൻ ഇപ്പൊ ഹോൾഡ് ചെയ്യുക. ആ. ബാക്കി ഞാൻ മൊത്തം പ്രീ മാർക്കറ്റ് സെല്ല് ചെയ്തു. സെല് ഇനി ചെയ്യാൻ. ഞാൻ ബാക്കി 50K വരുന്നത് ഞാൻ എക്സ്ചേഞ്ച് വന്നതിന് ശേഷം ആ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ സെല്ല് ചെയ്യും, ചിലപ്പോൾ ഹോൾഡ് ചെയ്യും. ആ. പിന്നെ മറ്റേ നോട്ട് കോയിൻ വന്ന പോലെ ചിലപ്പോൾ എന്തെങ്കിലും ടാസ്കും കാര്യങ്ങളുമായിട്ടും മറ്റേ ഒരു അതെ, ഹോൾഡ് അതെ. ചെയ്യുന്നവർക്ക് എക്സ്ട്രാ കുറച്ച് നോട്ട് extra കോയിൻ ഇപ്പൊ കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു സ്കീം ഇറക്കി. പ്ലാറ്റിനം ടയർ, ഗോൾഡ് ടയർ ഗോൾഡ് എന്നൊക്കെ ടയർ, പറഞ്ഞിട്ട്. ആക്ച്വലി ബ്രോൺസ് കുറച്ച് ടയർ. ഹോൾഡ് ചെയ്യാം. ചിലപ്പം ഇതിൽ കൂടുതൽ എന്താ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ബോണസ്. ബോണസ്. അതെ. നമുക്ക് അത്യാവശ്യം കിട്ടുന്ന പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹോൾഡ് ചെയ്യാം അല്ലേ? അതെ, എന്തായാലും ഹോൾഡ് ചെയ്യുന്നൊരു നല്ല തീരുമാനമാണ്. അപ്പൊ ഒരു 70-30 റേഷ്യോ. 70 സെല്ല് ചെയ്യുന്നു, 30 ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ ഈ പ്രീ മാർക്കറ്റ് എങ്ങനെയാ സെല് ചെയ്യാന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചു. നമുക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ട് ഇടാല്ലേ? അതെ, കാരണം നമുക്ക് ഇവിടെ വെച്ച് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഒരു മനസ്സിലാവില്ല. വീഡിയോ ആയിട്ട് തന്നെ വേണം. ട്യൂട്ടോറിയൽ തന്നെ ആയിട്ട് തന്നെ വേണം. വേണം. കാരണം അത്ര പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ഫണ്ട് വെച്ച് പറ്റില്ല. കളിക്കുന്ന കളിയല്ലേ? അതെ. നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഒരു നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എങ്ങാനും $50 വിൽക്കാൻ മാറി പോയിട്ട് ഞെക്കി പോയാൽ $50 കഴിഞ്ഞു. $50 പോയി. $50 പോയി. ഇത് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അതെ. പെട്ടെന്ന് ഫില്ല് ആവുന്നുണ്ട്. അതെ, അതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് ഭയങ്കര വോൾട്ടൈൽ. പെട്ടെന്ന് ഫില്ല് ആവുക. അതെ. അപ്പൊ ഈ ഡോഗ്സിന്റെ ഹാംസ്റ്ററിനൊക്കെ വീഡിയോ ഇടാൻ ഏകദേശം കുറച്ച് നല്ല ലേറ്റ് ആയി നമ്മള്. നല്ല ലേറ്റ് ആയി. നല്ല കാരണം ഇപ്പൊ late ആയി. ഡോഗ്സിന്റെ ലിസ്റ്റിംഗ് ടൈം ആയി. അതെ. അതിന്റെ ഡോഗ്സ് കളക്ട് ചെയ്യുന്ന ടൈം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോ വീഡിയോ ഇടുന്നത് പറയുമ്പോൾ നല്ല ലേറ്റ് ആയിട്ട് നമ്മൾ ചില വീഡിയോ ഇടുന്നത്. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് മൂലം ഡിലേ ആയതാണ്. അപ്പൊ ഇനിയുള്ള എയർഡ്രോപ്സിനെ പുതിയ നല്ല നല്ല എയർഡ്രോപ്സിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ എന്തായാലും മാക്സിമം ഫസ്റ്റ് തന്നെ നമ്മൾ ഇടാൻ നോക്കുന്നുണ്ട് അല്ലേ? ഇനി മുതൽ നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിക്കാം. അപ്പൊ നമുക്കിത് പെട്ടെന്ന് ഇടുന്നതിൽ പറ്റുന്ന പ്രശ്നം വെച്ചാല് ശരിക്കും നമ്മൾ അനലൈസ് ഒക്കെ ചെയ്തിട്ടേ ഇടുന്നുള്ളൂ. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാല് കിട്ടുന്ന പാടെ ഇടുന്ന ആൾക്കാരുണ്ട്. നമുക്കിപ്പോ ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും നല്ലപോലെ ആലോചിച്ചിട്ട് നമ്മളിപ്പോ നമ്മുടെ കാരണം വേറൊരാളുടെ ഫണ്ട് ഫണ്ട് പോകരുത്. ആക്ച്വലി നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ചെയ്യണതും എല്ലാം കമന്റ് ചെയ്യുന്നതൊക്കെ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ മാക്സിമം ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്ത് നോക്കിയിട്ടൊക്കെ തന്നെ വീഡിയോ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഇടുമ്പോൾ അതൊരു ട്രസ്റ്റഡ് അത്രയ്ക്ക് റിസർച്ച് ചെയ്തിട്ടേ നമ്മൾ സാധനം ഇടുള്ളൂ. അപ്പൊ റിസർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം എന്തായാലും പോകും. അതെ. എന്നാലും നമ്മൾ മാക്സിമം തന്നെ ചെയ്യാൻ നോക്കാം. Yeah. അതെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും കമന്റ് ചെയ്യാൻ ആരും മടിക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതും മറക്കണ്ട.